എന്നാൽ ഇസ്ലാമിന്റെ കലണ്ടർ അങ്ങനെയല്ല. തീരുന്നതും ആരാധനകളിൽ, തുടങ്ങുന്നതും ആരാധനകളിൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറത്തിന്റെ മഹത്വം പഠിപ്പിക്കുകയാണ്. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം. അത് മുഹറം മാസത്തിലെ നോമ്പാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ആദരിച്ചിരുന്ന 10 ദിവസങ്ങൾ പലപ്പോഴും അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ പെട്ടതാണ് മുഹറത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. മുഹറം മാസത്തെ ഷഹ്റുൽ അംബിയാ, അംബിയാക്കളുടെ മാസം എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നോമ്പെടുക്കുന്ന ആളുകൾക്കുള്ള വലിയ പ്രതിഫലത്തെ കുറിച്ച് മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ റമളാനിന് ശേഷമുള്ള ശ്രേഷ്ഠമായ നോമ്പ് അത് മുഹറത്തിലെ നോമ്പാണ്. ഒരു സ്വഹാബി വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്ക് നോമ്പെടുക്കാൻ കുറച്ച് ദിവസങ്ങൾ പറഞ്ഞു തരൂ. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, റമളാനിന് ശേഷമുള്ള ദിവസങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? എന്നാൽ അള്ളാഹുവിന്റെ മാസമായ ഷഹ്റുല്ലാഹിൽ മുഹറം, ആ മാസത്തിൽ നോമ്പെടുത്തോളൂ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നോമ്പെടുക്കാനുള്ളതാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ളതാണ്.